നിങ്ങളുടെ വീട്ടിൽ ടൈൽ പണി നടക്കണോ എങ്കിൽ ഈ വീഡിയോ ഒരിക്കലും കാണാതെ പോകരുത്. നമ്മൾ നല്ല വില കൊടുത്ത് നല്ല അടിപൊളി ടൈലുകളൊക്കെ വാങ്ങിക്കും. അത് പലർക്കും അറിയില്ല ശരിയായിട്ട് എങ്ങനെ വിരിക്കണം എന്നുള്ളത്. കമോൺ, ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, ലേഔട്ടിംഗ്. എപ്പോഴും ടൈൽ വിരിക്കുന്നതിന് മുമ്പ് ലേഔട്ടിംഗ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റൂമിന്റെ സൈസ്, നിങ്ങൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്ന ടൈലിന്റെ സൈസ്, ഇവ രണ്ട് പുറത്തു ബേസ്. ടൈൽ ഇടുന്ന സർഫസ് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കണം. ഒരു കാരണവശാലും അൺഈവൻ ആയിട്ടുള്ള സർഫസിൽ കൊണ്ടുവന്ന് ടൈൽ വിരിക്കരുത്. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഫ്ലോർ ലെവൽ ചെയ്തിട്ട് ടൈൽ വിരിക്കുക. നമ്പർ 3, അഡസീവ്. ടൈൽ വിരിക്കുമ്പോൾ ഹൈ ക്വാളിറ്റി ടൈൽ അഡസീവ് തന്നെ യൂസ് ചെയ്യുക. ഈവൻലി സ്പ്രെഡ് ആവുന്ന മാത്രമല്ല ഗ്യാപ്സ് ഒട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങും ഡ്യൂറബിളും ആയിരിക്കും. നമ്പർ 4, എപ്പോക്സി. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്, ബട്ട് പവർഫുൾ ആണ്. കാരണം എപ്പോക്സി നേരെ ചെയ്തില്ലെങ്കിൽ ടൈലിനിടയിലൂടെ വെള്ളം ഇറങ്ങി ടൈൽ ഡീബോണ്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോയിന്റ് പൗഡർ ഒഴിവാക്കി റെസിൻ എപ്പോക്സി തന്നെ യൂസ് ചെയ്യുക. വർഷങ്ങളോളം നിലനിൽക്കും. പ്ലസ് കളർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പിഗ്മെന്റ്സും ആഡ് ചെയ്യാം. ബോണസ് ടിപ്പ്: ടൈലിന്റെ ബാക്കിൽ കാണുന്ന ഈ കുമ്പായം പോലത്തെ പൊടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കണം. കാരണം ഈ പൊടിയോടൊപ്പമാണ് നിങ്ങൾ ടൈൽ ഒട്ടിക്കുന്നതെങ്കിൽ ടൈലും അഡസീവും തമ്മിൽ പ്രോപ്പറായിട്ട് ഒട്ടാതെ വരും. ഒന്നില്ലെങ്കിൽ ഈ പൊടി കഴുകി കളയുക, അതല്ലെങ്കിൽ EFF പ്രൈമർ ഓരോ ടൈലിലും അടിച്ചതിന് ശേഷം മാത്രം അഡസീവിൽ അപ്ലൈ ചെയ്യുക.